അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് 21-ാം തീയതി നമ്മൾ എല്ലാ അംഗനവാടികളിലും നമ്മളെ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾക്ക് പോഷൻ ട്രാക്കറിൽ എൻട്രി വരുത്തണം. അതിനുശേഷം ഈ ഒരു ലിങ്കിൽ കൂടെ നമ്മളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം നമുക്കുണ്ട്. അതെങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ അയച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ നോക്കുക, ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ 2025 യോഗാ സംഘം എന്ന് കാണാം. അതിൽ രജിസ്ട്രേഷൻ പോർട്ടലാണ്. ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴേക്ക് വന്ന് ഇവിടെ ഫോർ ഓർഗനൈസേഴ്സ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്ന് കാണുന്ന ഈ ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് കാണാൻ സാധിക്കും. അതിൽ ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് യോഗാ സംഘം, എന്താണ്, അതൊക്കെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. യോഗാ സംഘത്തിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് അറിയാം. പിന്നെ ആരൊക്കെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കാം, any organization promoting holistic well-being can register to host a yoga sangam session. We invite government organizations, educational institutions, private entities, resident welfare association, NGOs, അങ്ങനെ തുടങ്ങി ഒരുപാട് സംഘങ്ങളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ചോദ്യങ്ങളും നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാൻ അവർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് പോകേണ്ടത് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ I confirm that I have read and understood all the information above. മുകളിലുള്ള എല്ലാ വിവരങ്ങളും ഞാൻ മനസ്സിലാക്കിയതാണ് എന്നതിന് ശേഷം ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം പ്രൊസീഡ് ടു രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. ഈ ഭാഗത്ത് നിന്നാണ് ബാക്കിയുള്ള വിവരങ്ങൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇവിടെ നോക്കുക, ഓർഗനൈസേഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണോ, NGO ആണോ, ഗവൺമെൻറ് ഓർഗനൈസേഷനാണോ, അതേഴ്സാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ സംവിധാനം ആയതുകൊണ്ട് നമ്മളിവിടെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ക്ലിക്ക് ചെയ്യുന്നു. നെയിം ഓഫ് ഓർഗനൈസേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ അംഗൻവാടിയുടെ പേരാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇത് പ്രകാരം പേര് കൊടുക്കുക. അംഗൻവാടിയുടെ പേര് കൊടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ കേരള സംസ്ഥാനം എന്നുള്ളത് കേരള എന്നുള്ളത് കൊടുക്കുക. ജില്ല ചോദിക്കുന്നുണ്ട്, ആ ജില്ല നമ്മൾ കറക്റ്റായിട്ട് ജില്ല കൊടുക്കുക. അതിനുശേഷം പിൻകോഡ് ചോദിക്കുന്നുണ്ട്, പിൻകോഡ് കൊടുക്കുക. അഡ്രസ്സ്, നമ്മൾ അംഗൻവാടിയുടെ അഡ്രസ്സാണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ സെക്ടർ ഏതാണ് കൊടുക്കുക, സെക്ടറിൻ്റെ പേരാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ നമ്പർ ആവശ്യപ്പെടുന്നുണ്ട്. ആ മൊബൈൽ നമ്പർ നിങ്ങളെ ക്യാഷ് ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പേഴ്സണൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ മെയിൽ ID ചോദിക്കുന്നുണ്ട്. ഈ മെയിൽ ID നിങ്ങളെ ക്യാഷ് ഫോണിനകത്ത് തന്നെ ഉണ്ട്. ആ ക്യാഷ് ഫോണിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ ID നിങ്ങളവിടെ കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമെയിൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണും. നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടി ഒരു OTP വരും. അവിടെ സെൻഡ് OTP എന്ന് കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അവിടെ സെൻഡ് OTP എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. അതായത് ക്യാഷ് ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ അവിടെ കാണാം. ഇവിടെ സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ ക്യാഷ് ഫോണിൻ്റെ സിമ്മിനകത്തേക്ക് വരും. അത് കളക്ട് ചെയ്തെടുക്കുക. 4 അക്ക OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ വെരിഫൈ OTP എന്ന് കാണുന്നില്ലേ, ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്നൊരു സന്ദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഈ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.